السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നാം ജീവിക്കുന്ന ഈ ദുന്യാവിൽ നാം കാണുന്ന വസ്തുക്കൾക്കിടയിൽ കഴിഞ്ഞുകൂടുമ്പോൾ അറിയാതെ അതിനോടുള്ള സ്നേഹവും പ്രേമവും നമ്മുടെ ഹൃദയത്തിൽ കടന്നുകൂടാതെ ശ്രദ്ധിക്കേണ്ടത് മുഅ്മിനീങ്ങളായ നാം ഓരോരുത്തരുടെയും വളരെ പ്രധാനപ്പെട്ട കടമയും ബാധ്യതയുമാണ്. കാരണം ഈ വസ്തുക്കൾക്കിടയിൽ ദുന്യാവിൽ കാണുന്ന ഈ ഭംഗിക്കും അലങ്കാരത്തിൻ്റെ വസ്തുക്കൾക്കിടയിൽ കഴിഞ്ഞുകൂടുമ്പോൾ നാം അറിയാതെ നമ്മുടെ ഹൃദയങ്ങളിൽ അമിതമായ അതിനോടുള്ള പ്രേമം വന്ന് ചേരാൻ സാധ്യതയുണ്ട്. ഹൃദയത്തിൽ ഒരു കാര്യം പ്രവേശിച്ചു കഴിഞ്ഞാൽ, കയറിക്കൂടിയാൽ പിന്നെ അത് പുറത്തു കൊണ്ടുവരൽ പ്രയാസവുമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് വന്ന അമ്പിയാക്കൾ അലൈഹിമുസ്സലാത്തു വജ്മഈൻ അവരുടെ വരവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും ഇതായിരുന്നു: മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്നും ദുന്യാവിനോടും അതിൻ്റെ വസ്തുക്കളോടുമുള്ള അമിതമായ പ്രേമത്തെ നീക്കി അള്ളാഹുവിനോടും ആഖിറത്തിനോടും സ്നേഹമുണ്ടാക്കി തീർക്കുക. ഇത് നബിമാരുടെ പരിശ്രമത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖലയായിരുന്നു. കാരണം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ അമിതമായ പ്രേമം ദുന്യാവിനോടുണ്ടായി തീർന്നാൽ പിന്നെ അതെല്ലാ തിന്മയുടെയും അടിസ്ഥാനമാണ്. അതവനെല്ലാ തിന്മയിലേക്കും വലിച്ചു കൊണ്ടുപോകും. അതവനെ നിഷേധത്തിലേക്കും ധിക്കാരത്തിലേക്കും അഹങ്കാരത്തിലേക്കും കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, നബിമാർ ലോകത്ത് വന്നപ്പോൾ അവരെ മനുഷ്യർ നിഷേധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ഹൃദയത്തിലുണ്ടായ ദുന്യാവിനുള്ള അമിതമായ പ്രേമമാണ്, ഇഷ്ടമാണ്. ഇന്ന് എൻ്റെയും നമ്മളുടെയും ഹൃദയങ്ങളിൽ നാം അറിയാതെ ഈ വസ്തുക്കൾക്കിടയിൽ കഴിഞ്ഞുകൂടി നാം അറിയാതെ നമ്മുടെ ഹൃദയങ്ങളിൽ അതിനോടുള്ള അമിതമായ പ്രേമം വന്നു ചേർന്നു. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ
ദുനിയാവിൻ്റെ നിന്ദ്യതയും നിസാരതയും അതിൻ്റെ യാഥാർത്ഥ്യവും പറയുന്നതും കേൾക്കും നമുക്ക് വെറുപ്പായി മാറി. ആരെങ്കിലും നമ്മുടെ അടുക്കൽ വന്ന് ദുനിയാവിൻ്റെ നിസാരതയെക്കുറിച്ചും ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും പറഞ്ഞാൽ നമുക്ക് അവരോട് വെറുപ്പായി മാറും. നാം അത് കേൾക്കാൻ തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അത്രമാത്രം ഹൃദയത്തിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ ദുനിയാവിൻ്റെ വസ്തുക്കളോട് പ്രേമം അധികരിച്ചു പോയി. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലും ഇതിനെ പുറത്തു കൊണ്ടുവരൽ ഏറ്റവും വലിയ ആവശ്യമാണ്. ഈ രോഗം ചികിത്സിക്കൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ബാധ്യതയാണ്. കാരണം ഈ ഹൃദയത്തിൽ ഇത് ബാക്കിയാകുന്ന കാലത്തോളം സന്മാർഗത്തിൽ എത്തിച്ചേരൽ പ്രയാസമാണ്. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ദുന്യാവിനുള്ള സ്നേഹം അത് വന്നു ചേർന്നാൽ പിന്നെ ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കൾ പരിശ്രമിച്ചാലും അവനെ ഹിദായത്തിലെത്തിക്കാൻ സാധിക്കുകയില്ല. സന്മാർഗത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ തടസ്സമാണ് ദുന്യാവിനോടും അതിൻ്റെ വസ്തുക്കളോടും അമിതമായ പ്രേമം ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ട് ഇതിനെ പുറത്തു കൊണ്ടുവരൽ ഓരോ മുഅ്മിനിൻ്റെയും ഏറ്റവും വലിയ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അവൻ അവതരിപ്പിച്ച വിഷയങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റും വിഷയവും ഈ ദുന്യാവിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി തരലാണ്. ദുന്യാവ് എന്താണ്, ഇതിൻ്റെ നിസാരതയും ഇതിൻ്റെ യാഥാർത്ഥ്യവും ഇതെല്ലാം അടിമകൾക്ക് മുന്നിൽ വിവരിക്കാൻ അല്ലാഹു തആല ഖുർആനിൻ്റെ ധാരാളം ആയത്തുകൾ അത് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഖുർആനിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ് ദുന്യാവിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള വിവരണം. ചില സ്ഥലങ്ങളിൽ അല്ലാഹു തആല അതിനെ തുടങ്ങിയിരിക്കുന്നതിനെ യഅലമു, നിങ്ങൾ അറിയണം, മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം, അന്നമൽ ഹയാത്തു ദുനിയ ലഇബും വലഹുവും വസീന. ഉലമാക്കൾ എഴുതി, ഖുർആനിൻ്റെ ആയത്തുകളിൽ ഒരായത്ത് യഅലമു എന്ന പ്രയോഗത്താൽ ആരംഭിക്കുന്നെങ്കിൽ അതിന് ശേഷം വരുന്ന കാര്യം മനസ്സിലാക്കൽ പ്രയാസമുണ്ട്, പെട്ടെന്ന് ഗ്രഹിക്കുകയില്ല, പെട്ടെന്ന് ഉൾക്കൊള്ളുകയില്ല, സമ്മതിക്കുകയില്ല. അങ്ങനത്തെ ഒരു വിഷയത്തിനാണ് അതിന് മുമ്പിൽ യഅലമു എന്ന പ്രയോഗം അള്ളാഹു കൊണ്ടുവരുന്നത്. ആരും സമ്മതിക്കുകയില്ല, ദുന്യാവ് തമാശയാണ്, കളിയാണ്, യാഥാർത്ഥ്യമല്ല, വെറും പൊങ്ങച്ചവും അലങ്കാരവുമാണെന്ന് ഒരു മനുഷ്യനും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ഉപയോഗിച്ച പ്രയോഗം യഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, ഉൾക്കൊള്ളണം. അന്നമൽ ഹയാത്തു ദുനിയ, ഈ ദുന്യാവിനെ സൃഷ്ടിച്ച ഉടമസ്ഥനായ ഞാൻ പറയുന്നു എന്താണ് ദുന്യാവ് എന്ന്. അന്നമൽ ഹയാത്തു ദുനിയ ലഇബുൻ വലഹുവുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ഇത് കളിയും തമാശയും വെറും ആഡംബരവും അലങ്കാരവും പരസ്പരം മത്സരവും പ്രൗഢി നടിക്കലും മാത്രമാണ്, ഒരു യാഥാർത്ഥ്യവുമില്ല. മതാഉൽ ഗുറൂർ മതാഉൻ ഖലീൽ, ഇത് വഞ്ചനയുടെ ചരക്കാണ്, ഇത് വളരെ ചുരുങ്ങിയ വസ്തുക്കൾ മാത്രമാണ്. മതാ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ അവൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന വേസ്റ്റ് തുണി വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന തുണിക്കാണ് മതാ എന്ന് പറയുന്നത്. മുൻഗാമികൾപ്പെട്ട വലിയൊരു പണ്ഡിതൻ ഖുർആൻ്റെ ചില വാക്കുകളുടെ വിശദീകരണം മനസ്സിലാക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്തു. അതിലൊരു വാക്ക് അദ്ദേഹത്തിന് മനസ്സിലാകാത്തൊരു വാക്ക് മതാ എന്ന വാക്കായിരുന്നു. അദ്ദേഹം യാത്ര ചെയ്തു. ഗ്രാമങ്ങൾക്കിടയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഒരു ഉമ്മ, ഗ്രാമവാസിയായ ഒരു ഉമ്മ തൻ്റെ മകളോട് പാത്രം തുടയ്ക്കാൻ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ആ തുണി എടുക്കാൻ പറഞ്ഞപ്പോൾ ഈ മതാ എന്ന വാക്ക് ഉപയോഗിച്ച് അദ്ദേഹം കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായി. അപ്പോൾ വീട്ടിൽ ഒരു വിലയുമില്ലാതെ വലിച്ചെറിയുന്ന തുണിക്കാണ് മതാ എന്ന് പറയുന്നത്. ഈ ദുന്യാവിനെ സൃഷ്ടിച്ച, ഇത്രയും ഭംഗിയാക്കി അലങ്കരിച്ച അല്ലാഹു പറയുന്നു മതാഉൽ ഗുറൂർ മതാഉൻ ഖലീൽ, ഈ ദുന്യാവ് ഇങ്ങനത്തെ വിലയില്ലാത്ത യാഥാർത്ഥ്യമില്ലാത്ത വസ്തു മാത്രമാണ്. ചില സ്ഥലങ്ങൾ അല്ലാഹു തആല പറഞ്ഞു മാഉൻ കമാഇൻ അൻസൽനാഹു മിനസ് സമാ, ദുന്യാവിൻ്റെ ഉപമ വെള്ളത്തെ പോലെയാണ്. വെള്ളത്തിൻ്റെ പ്രത്യേകത അത് സ്ഥലത്ത് നിൽക്കുകയില്ല, അത് മുന്നിലേക്ക് സഞ്ചരിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് പോലെ ദുന്യാവ് ഒരിക്കലും ഒരാളുടെ പക്കൽ നിലനിൽക്കുകയില്ല, അത് മാറിക്കൊണ്ടിരിക്കും അടുത്ത ആളിലേക്ക്. ഒരാൾ പറയുന്ന ഒരു ഭൂമിയിൽ നിന്നുകൊണ്ട് ഇത് എൻ്റെതാണ് എന്ന്, കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ അടുത്ത മനുഷ്യൻ അതേ ഭൂമിയിൽ പറയും ഇത് എൻ്റെതാണ് എന്ന്. ഇങ്ങനെ ഒരേ ഭൂമിയെ പലരും ആവർത്തിച്ച് എൻ്റെതാണെന്ന് പറയുന്നു. ദുന്യാവ് ഇങ്ങനെ മാറി അടുത്ത ആളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ നാം ഓതുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ അല്ലാഹു തആല ഖുർആനിൻ്റെ തുടക്കം മുതൽ നമ്മുടെ ശ്രദ്ധ അല്ലാഹു കൊണ്ടുവരുന്നു. ദുന്യാവ് എന്താണ്,
ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള പരിശ്രമിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എത്രയോ ഹദീസുകൾ, ദുനിയാവിൻ്റെ യാഥാർത്ഥ്യത്തെ പഠിപ്പിക്കുന്ന ഹദീസുകൾ, ആയിരക്കണക്കിന് ഹദീസുകൾ കാണാം. കാരണം നാം അറിയേണ്ട, നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. എന്താണ് ഈ ദുനിയാവ്? വല്ലാഹി മദ്ദുനിയാ ഫിൽ ആഖിറതി ഇല്ലാ മിസ്ലു മാ യജ്അലു അഹദുകും ഹാദിഹി ഫിൽ യം. നിബിതങ്ങൾ സത്യം ചെയ്ത് പറയുക, വല്ലാഹി, അല്ലാഹുവിൽ സത്യമായി, ദുനിയാവെന്ന് പറഞ്ഞാൽ ആഖിറത്തിന്റെ മുന്നിൽ ഈ ദുനിയാവിൻ്റെ ഉപമ നിങ്ങൾ നിങ്ങളുടെ വിരൽ കൊണ്ടുപോയി സമുദ്രത്തിൽ മുക്കി ഉയർത്തുമ്പോൾ ആ വിരലിൽ ബാക്കിയായ വെള്ളം, ഒരു വിശാലമായി കിടക്കുന്ന, കണ്ണെത്താ ദൂരം വിശാലമായി കിടക്കുന്ന സമുദ്രത്തിൽ ഒരു വിരൽ മുക്കി അതുയർത്തുമ്പോൾ ഈ വിരലിൽ പറ്റിയ വെള്ളം ഈ സമുദ്രത്തിൻ്റെ മുന്നിൽ വളരെ കുറവായതുപോലെ ആഖിറത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ ദുനിയാവും ദുനിയാവിൻ്റെ വസ്തുക്കളും ഇത്രയും കുറഞ്ഞതാണ്. ഇത്ര മാത്രമേ നിങ്ങളുടെ ദുനിയാവിനുള്ളൂ. നിങ്ങളെല്ലാം എന്ന് ചിന്തിക്കുന്ന, നിങ്ങൾ മരണ പോരാട്ടം നടത്തുന്ന ഈ ദുനിയാവിൻ്റെ യാഥാർത്ഥ്യം ആഖിറത്തിൻ്റെ മുന്നിൽ ഈ വിരലിൽ പറ്റിയ ഒരു തുള്ളി വെള്ളം പോലെ ഇത്ര ഇതിൻ്റെ യാഥാർത്ഥ്യമുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ സമ്പത്തിൻ്റെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ദീനിൻ്റെയും ഉപമ നിങ്ങളുടെ 3 കൂട്ടുകാരെ പോലെയാണ്, സ്നേഹിതരെ പോലെയാണ്. ഒരു മനുഷ്യൻ, അവന് 3 കൂട്ടുകാരുണ്ട്, വളരെ അടുത്ത സ്നേഹിതന്മാർ. ഒരു യാത്ര പോകേണ്ട, വളരെ ദൈർഘ്യമുള്ള, പരിചയമില്ലാത്തൊരു നാട്ടിലേക്ക് ഒരു യാത്ര പോകേണ്ട, അപകടങ്ങൾ നിറഞ്ഞ സ്ഥലത്തേക്ക് യാത്ര പോകേണ്ട ആവശ്യം വന്നു. അവൻ തൻ്റെ 3 കൂട്ടുകാരെയും വിളിച്ചു. എന്നിട്ട് അവർക്ക് ചെയ്ത ഉപകാരങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തി അവരോട് പറഞ്ഞു, ഞാനൊരു യാത്ര പോവുകയാണ്, വളരെ ദൈർഘ്യമുള്ള, അപകടമുള്ള, പരിചയമില്ലാത്ത നാട്ടിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ കൂട്ടത്തിൽ വരണം. ഒരാൾ പറഞ്ഞു, ഞാൻ ഇതുവരെ നിന്റെ കൂട്ടുകാരനായിരുന്നു, പക്ഷേ ഈ കാര്യത്തിൽ എനിക്ക് നിന്റെ കൂട്ടത്തിൽ കൂടാൻ സാധിക്കുകയില്ല, ഞാനും നീ തമ്മിൽ ബന്ധം മുറിഞ്ഞു, ഞാൻ മുന്നോട്ടില്ല. രണ്ടാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ നിന്റെ സ്നേഹിതനാണ്, നീ എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തവനാണ്, പക്ഷേ നിന്റെ വാഹനത്തിൽ യാത്ര പോകാനുള്ള വാഹനം വരെ ഞാൻ വരാം, കൂട്ടത്തിൽ വരാൻ സാധിക്കുകയില്ല. മൂന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, ഇതുവരെ ഞാൻ നിന്റെ കൂട്ടുകാരനായിരുന്നു, ഇനി മുന്നോട്ട് നീ എവിടെയെല്ലാം യാത്ര ചെയ്താലും അവിടെയെല്ലാം നിന്റെ കൂട്ടത്തിൽ ഞാനുണ്ടാകും. അപ്പോൾ ഈ മനുഷ്യൻ പറയും, ഈ മുമ്പ് പറഞ്ഞ 2 കൂട്ടുകാർക്ക് കൊടുക്കേണ്ട സ്ഥാനവും, കൊടുത്ത സ്ഥാനവും സ്നേഹവും ഉപകാരങ്ങളും നിനക്ക് നൽകിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അവർക്ക് ഞാൻ കൊടുത്ത സമയം, അവർക്ക് വേണ്ടി ഞാൻ ചെയ്ത ത്യാഗം, അതെല്ലാം നിനക്കാരും നൽകേണ്ടിയിരുന്നത്. കാരണം ഒരു ആവശ്യഘട്ടം വന്നപ്പോൾ ഈ 2 പേർ ഒഴിവായി, നീ എൻ്റെ കൂട്ടത്തിൽ കൂടിയത്. അതുകൊണ്ട് നിന്നോടായിരുന്നു ഞാൻ കൂടുതൽ സമയം നൽകി സഹായിക്കുകയും ഉപകാരം ചെയ്യുകയും ചെയ്യേണ്ടിയിരുന്നത്. ഇതുപോലെയാണ് മനുഷ്യൻ്റെ കുടുംബവും സമ്പത്തും അവൻ്റെ ദീനും. നബി തങ്ങൾ പറഞ്ഞു, സമ്പത്ത് മരണത്തോടെ അവൻ്റെ ബന്ധം തീർന്നു, പിന്നെ അവരുമായൊരു ബന്ധവുമില്ല. അവൻ്റെ കുടുംബം ഖബറാകുന്ന വീട്ടിൽ അവനെ കൊണ്ടെത്തിക്കും. ആ യാത്രയിൽ, ആഖിറത്തേക്കുള്ള യാത്രയിൽ ഖബർ വരെ അവൻ്റെ കൂട്ടത്തിലുണ്ടാകും, പിന്നെ അവർ മടങ്ങിപ്പോരും. അവൻ്റെ അമലുകൾ, അവൻ്റെ ദീൻ ഖബറിലും നാളെ മഹ്ശറയിലും നാളെ സ്വർഗ്ഗം വരെ കൂട്ടത്തിലുണ്ടാകും. ഈ സമയത്ത് മനുഷ്യൻ ആഗ്രഹിക്കും, ഞാൻ എത്ര വലിയ ത്യാഗമാണ് എൻ്റെ സമ്പാദ്യത്തിന് വേണ്ടി കൊടുത്തത്, എത്ര വലിയ ത്യാഗമാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി കൊടുത്തത്, അതിൻ്റെ കുറച്ചു ഭാഗം കൂടി എൻ്റെ അമലിലും ദീനും വേണ്ടി കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ വരുന്ന ഈ അമലുകൾ ദീൻ മാത്രമാണല്ലോ എന്ന് മനുഷ്യൻ ചിന്തിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എങ്ങനെ നാം നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് ഹദീസുകൾ ദുനിയാവ് എന്താണെന്ന് തങ്ങൾ പഠിപ്പിക്കുന്നു. സഹാബാക്കളുടെ വാക്കുകൾ പരിശോധിച്ചാൽ സഹാബാക്കൾ ദുനിയാവിന്റെ യാഥാർത്ഥ്യം വിവരിക്കുന്നത് കാണാം. അലി റളിയല്ലാഹു പറയുമായിരുന്നു, ലാ തഹ്സൻ അല ദുനിയ, നിങ്ങൾ ഒരിക്കലും ദുനിയാവിന്റെ വിഷയത്തിൽ നിങ്ങൾ ദുഃഖിക്കരുത്. കാരണം അതിനൊരു യാഥാർത്ഥ്യവുമില്ല. ഈ ദുനിയാവിൽ നിങ്ങൾ കാണുന്ന ഏറ്റവും രുചിയുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ അത് തേനാണ്, ഏറ്റവും ഉയർന്ന ഭക്ഷണം. എന്നാൽ തേൻ അത് പുറപ്പെടുന്നത് ഭൂമിയിലെ ഒരു ഈച്ചയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന തുപ്പലാണ്. അത്രേ അതിൻ്റെ യാഥാർത്ഥ്യമുള്ളൂ. ഏറ്റവും ഉയർന്ന ഭക്ഷണം ഒരു മൃഗത്തിൽ നിന്ന് പുറപ്പെടുന്ന അതിൻ്റെ തുപ്പലാണ്. ഭൂമിയിൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ ഏറ്റവും ഉയർന്ന വസ്ത്രം പട്ടാണ്, അതൊരു പുഴുവിൽ നിന്ന് പുറപ്പെടുന്ന അതിൻ്റെ നൂലാണ്. നിങ്ങൾ ദുനിയാവിൽ പുരട്ടുന്ന സുഗന്ധം, ഏറ്റവും ഉയർന്ന സുഗന്ധം കസ്തൂരിയാണ്, അതൊരു മാനിൻ്റെ രക്തമാണ്. അപ്പോൾ നിങ്ങൾ ദുനിയാവിൽ കാണുന്ന ഏറ്റവും വലുത് മനസ്സിലാക്കുന്ന വസ്തുക്കൾ ഇതെല്ലാം ഇത്രയും ഇതിൻ്റെ യാഥാർത്ഥ്യമുള്ളൂ. അതുകൊണ്ട് ലാ തഹ്സൻ അല ദുനിയ, നീ ദുനിയാവിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ദുഃഖിക്കരുത്, അതിൻ്റെ യാഥാർത്ഥ്യം ഇത് മാത്രമാണ്, അതിൻ്റെ യാഥാർത്ഥ്യം ഇത്രയേ ഉള്ളൂ എന്ന് അലി റളിയല്ലാഹു തആല പറയുമായിരുന്നു.
ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ അദ്ദേഹം തൻ്റെ വീട്ടിൽ നിന്ന് ഉറക്കെ ശബ്ദത്തിൽ കരയുന്നു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല കടന്നു പോകുമ്പോൾ ഖലീഫയുടെ കരച്ചിലിൻ്റെ ശബ്ദം. ചോദിച്ചു, ഖലീഫ നിങ്ങൾ എന്തിനാ കരയുന്നത്? മുസ്ലിമീങ്ങൾക്ക് ദുനിയാവിൻ്റെ സൗകര്യങ്ങൾ വിശാലമായ കാലഘട്ടം, രാജ്യങ്ങൾ കീഴടങ്ങി സമ്പത്ത് കൂമ്പാരം കൂടുന്ന കാലഘട്ടം, സന്തോഷിക്കേണ്ട സമയമല്ലേ? ഇത്രയധികം ദുനിയാവിശാലമായി ഈ കാലഘട്ടത്തിൽ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുറഹ്മാൻ, അഥവാ ഈ വസ്തുക്കൾ ഖൈറും നിഅമത്തും ഉയർന്ന സന്തോഷിക്കേണ്ട വസ്തുക്കളായിരുന്നുവെങ്കിൽ എനിക്ക് മുമ്പ് കടന്നുപോയ രണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ, ഒന്ന് ഹബീബായ തങ്ങളും രണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുമാണ്. അവർക്ക് അല്ലാഹു തആല ഇത് ധാരാളമായി നൽകുമായിരുന്നു. അവർക്ക് നൽകാത്തതിനെ ഞാൻ ഒരിക്കലും എൻ്റെ മേൽ ഖൈറായി മനസ്സിലാക്കുന്നില്ല. ഇത് സഹാബാക്കളുടെ വാക്കുകളാണ്. ദീനിനെ മനസ്സിലാക്കിയ, ദുന്യാവിനെ മനസ്സിലാക്കിയ സഹാബാക്കളുടെ വാക്കുകളാണ്. അതുകൊണ്ട് മുൻഗാമികളുടെ വാക്കുകളിൽ, അവരുടെ ജീവിതങ്ങളിൽ നിന്ന് അവർ നോക്കിയാൽ മനസ്സിലാകും അവർ ദുന്യാവ് എന്താണെന്ന് മനസ്സിലാക്കി. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം, അതിൽ അദ്ദേഹത്തിലും ഹഖീഖത്തു ദുനിയ, ദുന്യാവിൻ്റെ യാഥാർത്ഥ്യം അദ്ദേഹം ചില ഉപമകളിലൂടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി, ഖുർആനിൽ ധാരാളം ഉപമകൾ അല്ലാഹു തആല പറയുന്നു മനസ്സിലാകാൻ വേണ്ടി. ഇതുപോലെ അദ്ദേഹം ചില ഉപമകളിലൂടെ ദുന്യാവ് എന്താണ് മനസ്സിലാക്കി തരുന്നു. അദ്ദേഹം പറയുന്നു, മനുഷ്യർ ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ പോലെയാണ്. അവർ യാത്ര ചെയ്ത് ഒരു ദ്വീപിലെത്തി. ആ കപ്പിത്താൻ വിളംബരം ചെയ്തു, അല്പസമയത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങാം, നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാം, ഉടനെ നിങ്ങൾക്ക് മടങ്ങി വരികയും ചെയ്യണം. യാത്ര ഉടനെ ആരംഭിക്കുന്നതാണ്. അദ്ദേഹം എഴുതി, ചില മനുഷ്യർ ആ ദ്വീപിൽ ഇറങ്ങി ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് ഉടനെ മടങ്ങി കപ്പലിലെത്തി. ആവശ്യങ്ങൾ മാത്രം പൂർത്തീകരിച്ച് ഉടൻ തന്നെ കപ്പലിലെത്തി. അവർക്ക് ഇരിപ്പിടങ്ങൾ ലഭിച്ചു, സ്വസ്ഥമായ ഇരിപ്പിടങ്ങൾ കിട്ടി. ചില ആളുകൾ അവിടെ ഇറങ്ങി അവിടുത്തെ പൂക്കളും അവിടുത്തെ വൃക്ഷങ്ങളും സൗന്ദര്യവും കണ്ട് അവർ അതിൽ അല്പം മറന്നു നിന്നു. ഉടനെ ഓർമ്മ വന്നു, അവർ തിരിച്ചു കപ്പലിൽ വന്നു. പക്ഷേ ഇരിപ്പിടം കിട്ടിയില്ല, ഇടുങ്ങിയ സ്ഥലം മാത്രമാണ് ഇരിപ്പിടമായി കിട്ടിയത്. ചില ആളുകൾ അവിടെ ഇറങ്ങി അവിടെ കണ്ട വസ്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി, ഭാരമാകുന്ന നിലയിൽ അതും ഇതുമെല്ലാം ഒരു വലിച്ചു വാരി അവരെ കൂട്ടത്തിൽ കൂട്ടി. അങ്ങനെ തിരിച്ച് കപ്പലിലെത്തിയപ്പോൾ ഇരിക്കാൻ ഇരിപ്പിടവുമില്ല, ഇതെല്ലാം ചുമക്കുകയും ചെയ്യണം. ചില ആളുകൾ ആ ദ്വീപിലിറങ്ങി അവിടുത്തെ സൗന്ദര്യവും അലങ്കാരവും കൊണ്ട് അതിൽ മുഴുകി കപ്പിത്താൻ വിളിച്ചപ്പോൾ വിളി കേൾക്കാതെ കപ്പൽ പുറപ്പെട്ടു. അവർ ആ ദ്വീപിൽ നശിക്കുകയും ചെയ്തു. ഇതുപോലെയാണ് ദുന്യാവിൽ മനുഷ്യർ. ചിലർ ദുന്യാവിൽ ഇറങ്ങി ആവശ്യങ്ങൾ മാത്രം പൂർത്തീകരിക്കും, ഇവിടെ ഒരുപാട് മുഴുകുകയില്ല. അവർക്കറിയാം ഇവിടെ ആവശ്യങ്ങളാണുള്ളൂ, അതാണ് പൂർത്തീകരിക്കേണ്ടത്. ഏതൊരു ലോകത്തേക്കാണോ പോകേണ്ടത് അതിനുവേണ്ടി തയ്യാറാകും. ഉടനെ അവർ ആഖിറത്തിലേക്ക് തയ്യാറായി സ്വർഗത്തിൻ്റെ ഉയർന്ന ഇരിപ്പിടങ്ങൾ എത്തിച്ചേരും. ചില ആളുകൾ ദുന്യാവ് സമ്പാദിക്കും, ഹലാലാണല്ലോ എന്ന ചിന്തയിൽ സമ്പാദിക്കും. എന്നാൽ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന് മുന്നിൽ പോയി നിൽക്കണം. സമ്പാദിച്ച ഓരോ രൂപയ്ക്കും അള്ളാഹുവിന് മുന്നിൽ നിന്ന് മറുപടി പറയണം. ചില ആളുകൾ ഇവിടെ മുഴുകി ആഖിറം മറന്നുപോകും. വിളിക്കാൻ വേണ്ടി അസ്രായിൽ വരുമ്പോൾ ഓർമ്മ വരും, ഞാൻ ഇവിടെ ജീവിക്കാൻ വന്നതല്ലല്ലോ, ഇതെൻ്റെ വാഹനം വന്നല്ലോ, ഞാൻ ഒന്നും തയ്യാറാക്കിയിട്ടില്ലല്ലോ. ആ മനുഷ്യൻ കാലാകാലത്തേക്ക് നശിക്കുകയും ചെയ്യും. അദ്ദേഹം വീണ്ടും ഒരു ഉപമ പറഞ്ഞു. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി വീണ്ടും ഒരു ഉപമ പറഞ്ഞു. ഒരാൾ തൻ്റെ വീടിനെ അലങ്കരിച്ച് ജനങ്ങളെ സൽക്കരിക്കാൻ വേണ്ടി അതിഥിയായി ക്ഷണിച്ചു വീട്ടിലേക്ക്. നല്ല നിലയിൽ വീട്ടിലെ ഇരിപ്പുകൾ തയ്യാറാക്കി, ഭക്ഷണം തയ്യാറാക്കി, എല്ലാ ഇരിപ്പിടങ്ങളും എല്ലാം തയ്യാറാക്കി. ബുദ്ധിമാനായ മനുഷ്യൻ അവൻ മനസ്സിലാക്കും, ഞാൻ ഇവിടെ അതിഥിയാണ്. ഇവിടെ കാണുന്ന ഈ സൽക്കാരവും ഈ സൗകര്യങ്ങളും ഞാൻ അതിഥിയായതിൻ്റെ പേരിൽ എത്ര സമയം ഇവിടെയുണ്ടോ എനിക്ക് ഉപയോഗിക്കാം. അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയില്ല, അത് സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയില്ല. അവനറിയാം ഞാൻ അതിഥിയായി വന്നതാണ്, ഇവിടെ ജീവിക്കുന്ന കാലത്തോളം, ഇവിടെ ഉള്ള സമയത്തോളം എനിക്കതിനെ ഉപയോഗിക്കാം. എന്നാൽ വിഡ്ഢിയായ മനുഷ്യൻ അവിടെ കാണുന്ന വീടുകളും ഉയർന്ന പാത്രങ്ങളും ഉയർച്ചകളും കാണുമ്പോൾ ഇതെങ്ങനെ സ്വന്തമാക്കുമെന്ന് ചിന്തിക്കും. ഇത് വിഡ്ഢിയാണ്. അവൻ സ്വന്തമാക്കുകയും ചെയ്താൽ, യജമാൻ ഇതെല്ലാം കാണുകയും ചെയ്താൽ കുറച്ചും കൂടി നിർബന്ധമായി അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. മറ്റു മനുഷ്യൻ മാനിനായി വീട്ടിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യും. ഇതുപോലെ ദുന്യാവ് അല്ലാഹു നൽകിയിരിക്കുന്ന അബ്ദുല്ലാഹ് മസ്ഊദ് റളിയല്ലാഹു പറയുമായിരുന്നു, കുല്ലു അഹദിൻ ഫീ ഹാദിഹി ദുനിയ വൈഫുൻ വമാലുഹു ആരിയ. ദുന്യാവിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇവിടെ അള്ളാഹുവിൻ്റെ അതിഥിയെ വന്നിരിക്കുന്നതാണ്. ഇവിടുത്തെ വസ്തുക്കൾ ഇതെല്ലാം അള്ളാഹു നൽകിയതാണ്, അവൻ്റെതാണ്, സ്വന്തമായിട്ട് നൽകിയിട്ടില്ല. അവൻ നമ്മളെ സൽക്കരിക്കുകയാണ് ഇവിടെ ജീവിക്കാൻ വേണ്ടി. റിസ്ഖം മിൻ ഇബാദ്, അടിമകൾക്ക് അള്ളാഹു നൽകിയ റിസ്ഖാണ്. അടിമകൾ സ്വന്തം വസ്തുക്കളല്ല, ഇവിടെ ജീവിക്കുന്ന കാലത്തോളം അതിന് ഉപയോഗിക്കാം. ഇത് സ്വന്തമാക്കാൻ നോക്കിയാൽ ഒരിക്കലും സ്വന്തമാവുകയുമില്ല. സമയം കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടെ വിട്ടിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങി പോവുകയും ചെയ്യും. ഉറപ്പായ കാര്യമാണ്. അള്ളാഹുവിൽ നിന്ന് അള്ളാഹു ആരിയത്തായി ഇരവ് നൽകിയതാണ്, അമാനത്തായി നൽകിയതാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ
അവരുടെ ഭർത്താവ് അള്ളാഹിൻ്റെ ദീൻ്റെ വഴിയിൽ പോയി, അല്ലെങ്കിൽ പുറത്ത് കച്ചവടത്തിന് പോയി മടങ്ങി വന്നു. മുസ്ലിം റളിയല്ലാഹു തആല അൻഹയുടെ മകൻ മരണപ്പെട്ടു. അവർ സ്വന്തമായി മകനെ കുളിപ്പിച്ച് കഫൻ പൊതിഞ്ഞ് വീട്ടിലൊരു മുറിയിൽ കിടത്തി. ഭർത്താവ് വന്നു. ഭർത്താവിനോട് പെട്ടെന്ന് പറഞ്ഞില്ല. വീട്ടിലെ മറ്റുള്ള സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ഭർത്താവിനെ അറിയിക്കരുത്, ഞാൻ അറിയിച്ചു കൊള്ളാം. ഭർത്താവ് വന്നു. നല്ല നില ആ സ്ത്രീ തയ്യാറായി ഭക്ഷണം കൊടുത്തു. അവരുമായി അന്നത്തെ രാത്രി കഴിഞ്ഞുകൂടി. അവസാനം രാത്രിയുടെ അവസാനമായപ്പോൾ അവർ പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, നമുക്ക് നമ്മൾ ഒരാളിൽ നിന്ന് ഒരു സാധനം ഇരവ് വാങ്ങിച്ചാൽ അത് തിരിച്ചു കൊടുക്കേണ്ടേ? നമ്മൾ ഒരു വീട്ടിൽ നിന്നൊരു പാത്രം ഇരവ് വാങ്ങിച്ചു, അല്ലെങ്കിൽ കുറച്ച് പൈസ വാങ്ങിച്ചു, തിരിച്ചു കൊടുക്കേണ്ടതല്ലേ? അത് കൊടുക്കാത്ത മനുഷ്യൻ മാന്യനാകും? ഇല്ല, തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഉമ്മു സുലൈം റളിയല്ലാഹു പറഞ്ഞു, എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ മകൻ അള്ളാഹു തിരിച്ചെടുത്തു. നമ്മുടേതല്ല, അള്ളാഹുവിൻ്റെതാണ്. അവൻ തീരുമാനിച്ച സമയത്ത് നമ്മുടെ മകനെ അള്ളാഹു തിരിച്ചെടുത്തു. മകൻ മരണപ്പെട്ടു. ഇതായിരുന്നു സഹാബാക്കൾ. അവർ മനസ്സിലാക്കി, എന്തെല്ലാം അള്ളാഹു നൽകിയോ ഇതെൻ്റെതല്ല, എൻ്റെ കച്ചവടമല്ല, എൻ്റെ സമ്പത്തല്ല, എൻ്റെ മക്കളല്ല, എൻ്റെ വീടല്ല, ഇതെനിക്ക് അള്ളാഹു നൽകിയതാണ്. അവനെ എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാം. നേരെ മറിച്ച് വിഡ്ഢിയായ മനുഷ്യൻ ഇത് കാണുമ്പോൾ ഇതെൻ്റെതാണ്, എന്നെന്നും എൻ്റെ കൂട്ടത്തിലുണ്ടാകുമെന്ന ചിന്തയിൽ അതിൽ മുഴുകി അവൻ വലിയ നാശത്തിൽ അകപ്പെട്ടു പോകും. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല ഇങ്ങനെ ദുന്യാവിൻ്റെ അവസ്ഥ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. സഹോദരന്മാർ, ഈ പറഞ്ഞതിൻ്റെ എല്ലാം അർത്ഥം ദുന്യാവ് നമ്മൾ ഒഴിവാക്കണം, ദുന്യാവ് വലിച്ചെറിയണം, സന്യാസിയാകണം, കാട്ടിൽ പോയി ജീവിക്കണമെന്നല്ല. മറിച്ച് ഈ ദുന്യാവ് എന്താണ് എന്ന് മനസ്സിലാക്കണം, ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഒരൽപ്പം പോലും ഈ ദുന്യാവിൻ്റെ സ്നേഹം ഹൃദയത്തിൽ പ്രവേശിക്കരുത്. ഇതാണ് ദീൻ നമ്മളിന്ന് ആവശ്യപ്പെടുന്നത്. ദീൻ ഒരിക്കലും, ഇസ്ലാം ഒരിക്കലും നമ്മളോട് സമ്പത്ത് ഉപേക്ഷിക്കാൻ പറയുന്നില്ല, സമ്പാദിക്കേണ്ട എന്ന് പറയുന്നില്ല, കച്ചവടം ചെയ്യേണ്ട എന്ന് പറയുന്നില്ല, വീടുണ്ടാക്കുന്ന എന്ന് പറയുന്നില്ല, വാഹനം ഒഴിവാക്കാൻ പറയുന്നില്ല. ഇതെല്ലാം ഉപയോഗിച്ചുകൊള്ളിൻ, പക്ഷെ ഇതൊന്നും ഹൃദയത്തിലേക്ക് പ്രവേശിക്കരുത്. അതുകൊണ്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, ഒരു മനുഷ്യൻ്റെ കയ്യിൽ സുലൈമാൻ നബിയുടെ അധികാരവും സമ്പത്തുമുണ്ട്, പക്ഷെ അവൻ്റെ ഹൃദയത്തിൽ അത് പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അവൻ സാഹിദാണ്, അവൻ വിരക്തിയുള്ളവനാണ്. എല്ലാ ദുന്യാവിനെല്ലാം അവൻ്റെ കയ്യിലുണ്ട്, ഹൃദയത്തിൽ പ്രവേശിച്ചിട്ടില്ല എങ്കിൽ അവൻ ദുന്യാവിനോട് വിരക്തിയുള്ള മനുഷ്യനാണ്. മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം എഴുതുന്നുണ്ട്, സഹാബാക്കളുടെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുമ്പോൾ ആകാശത്തിൽ കൂടി പറക്കുക, അല്ലെങ്കിൽ വെള്ളത്തിന് മുകളിൽ നടക്കുക. സഹാബാക്കൾക്ക് ധാരാളം കറാമത്ത് അല്ലാഹു നൽകി. എന്നാൽ സഹാബത്തിൻ്റെ ഏറ്റവും വലിയ കറാമത്ത്, സമ്പത്ത് കൂട്ടമായി മദീനയിലേക്ക് ഒഴുകിയെത്തിയപ്പോൾ ഒരു സഹാബിയുടെ ഹൃദയത്തിലും ദുന്യാവ് പ്രവേശിച്ചില്ല. ഇതാണ് സഹാബത്തിൻ്റെ ഏറ്റവും വലിയ കറാമത്ത്. ഹൃദയത്തിൽ ദുന്യാവ് പ്രവേശിച്ചില്ല. അവരെ കരങ്ങളിൽ ദുന്യാവ് ഉണ്ടായിരുന്നു. അദ്ദുന്യ കാനത്ത് ഫി ഐദീഹിം ലാ ഫി ഖുലൂബിഹിം. അവരുടെ കരങ്ങളിൽ ദുന്യാവ് ഉണ്ടായിരുന്നു, ഹൃദയത്തിൽ ദുന്യാവ് പ്രവേശിച്ചില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല എത്ര വലിയ സമ്പന്നനാണ്. അദ്ദേഹം മരിക്കുമ്പോൾ 1 കോടി ദിർഹം അദ്ദേഹത്തിന് അനന്തര സ്വത്തുണ്ട്. 1,500,000 ദീനാർ അനന്തര സ്വത്തുണ്ട്. 1000കണക്കിന് കുതിര, 1000കണക്കിന് അടിമകൾ അദ്ദേഹത്തിന് അനന്തര സ്വത്തുണ്ട്. എത്രമാത്രം സമ്പത്തുള്ള മനുഷ്യനാണ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു. എത്ര വലിയ സമ്പന്നനാണ്. ഷാമിൽ നിന്നും സിറിയയിൽ നിന്നും കച്ചവട സംഘം പുറപ്പെട്ടാൽ അതിൻ്റെ ആദ്യത്തെ ഒട്ടകം മദീനയിലെത്തിയാൽ അവസാനത്തെ ഒട്ടകം ഷാമിൽ തന്നെ ഉണ്ടാകും. അത്രയും വലിയ നിര ഒട്ടകത്തിൻ്റെ ഉടമയായിരുന്നു. അത്രയും വലിയ ചരക്കുമായി വലിയ കച്ചവടക്കാരനായിരുന്നു. പക്ഷേ 1 രൂപ പോലും, 1 ദിർഹം പോലും അവർ ഹൃദയത്തിൽ പ്രവേശിച്ചില്ല. അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി തആല ഔലിയാക്കളുടെ നേതാവാണ്, വലിയ കച്ചവടക്കാരനായിരുന്നു. താബിഈങ്ങളുടെ നേതാവ് സഈദ് ഇബ്നു മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, അദ്ദേഹം സൈത്ത് എണ്ണയുടെ കച്ചവടക്കാരനായിരുന്നു. പക്ഷേ ഇവരുടെ ആരുടെ ഹൃദയത്തിൽ ദുന്യാവ് പ്രവേശിച്ചില്ല. അവരുടെ കൈകൾ ദുന്യാവ് ഉണ്ടായിരുന്നു. നമ്മൾ പറയുന്നത് തന്നെയാണ്. കച്ചവടം ഒഴിവാക്കാൻ പറയുന്നില്ല, ദുന്യാവ് വീട്ട് കാട്ടിൽ പോയി ജീവിക്കാൻ പറയുന്നില്ല, സന്യാസിയായി ജീവിക്കാൻ പറയുന്നില്ല. എല്ലാം ചെയ്തുകൊള്ളിൻ, ഹൃദയത്തിലേക്ക് ദുന്യാവ് പ്രവേശിക്കരുത്. കാരണം അത് വലിയ മുസീബത്താണ്. ഹൃദയത്തിൽ ദുന്യാവ് പ്രവേശിക്കൽ വലിയ മുസീബത്താണ്. ഒന്നാമത്തെ മുസീബത്ത്, പിന്നെ ആ ഹൃദയത്തിൽ അള്ളാഹു പ്രവേശിക്കുകയില്ല. ഏതൊരു ഹൃദയത്തിൽ ദുന്യാവിനുള്ള സ്നേഹം നിറഞ്ഞോ പിന്നെ ആ ഹൃദയത്തിൽ അള്ളാഹു പ്രവേശിക്കുകയില്ല. മൗലാന അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി പറയുന്നു, ഒരു വീട്ടിൽ രൂപം തൂക്കിയിടപ്പെട്ടാൽ, ജീവനുള്ള മൃഗങ്ങളുടെ വസ്തുക്കളുടെ രൂപം തൂക്കിയിട്ടാൽ ആ വീട്ടിൽ പിന്നെ മലക്കുകൾ പ്രവേശിക്കില്ല. ഒരു ദുന്യാവിലെ ഒരു ജീവിയുടെ രൂപം തൂക്കിയിടുന്ന വീട്ടിൽ മലക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ ഹൃദയമാകുന്ന അള്ളാഹുവിൻ്റെ ഇരിപ്പിടം, അള്ളാഹുവിൻ്റെ വീട്ടിൽ എന്തെങ്കിലും ദുന്യാവിൻ്റെ കച്ചവടമോ വസ്തുക്കളോ തൂക്കിയിടപ്പെട്ടാൽ ആ ഹൃദയത്തിലും അള്ളാഹു പ്രവേശിക്കുകയില്ല. ഹൃദയം എപ്പോഴും കാലിയായിരിക്കണം. അവിടെ ദുന്യാവിനൊന്നും ഉണ്ടാകാൻ പാടില്ല. അത് അള്ളാഹുവിൻ്റെ ഇരിപ്പിടമാണ്, അള്ളാഹു പ്രവേശിക്കേണ്ട സ്ഥലമാണ്.
രണ്ടാമത്തെ മുസീബത്ത്, ഹൃദയത്തിൽ ദുനിയാവ് പ്രവേശിച്ചാൽ ഇബാദത്ത് ഭാരമായി മാറും, നമസ്കാരം ഭാരമായി മാറും, ദീനിനോട് പുച്ഛമായി മാറും, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഭാരമായി മാറും. മൗലാന ഇമാം റാസി റഹ്മത്തുള്ളാഹി തആല ഇതുണ്ട്, അള്ളാഹു തആല ചില അടിമകളെ ഹൃദയത്തിലേക്ക് ആകാശത്തിൽ നിന്ന് ഹിക്മത്ത് ഇട്ട് കൊടുക്കും. മനുഷ്യരെ ഹൃദയത്തിൽ ഹിക്മത്ത് അത് ഇട്ട് കൊടുക്കും, ദീൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ അത് ഇട്ട് കൊടുക്കും. അദ്ദേഹം 4 കാര്യങ്ങൾ വന്നാൽ ആ ഹിക്മത്ത് ഹൃദയത്തിൽ വരികയില്ല. അതിൽ ഒന്ന് അദ്ദേഹം പറഞ്ഞു, അർറുകൂന ഇല ദുനിയ, ദുന്യാവിലേക്ക് ഒരാൾ മുഴുകാൻ തുടങ്ങിയാൽ, എല്ലാ സമയം അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ ആ ഹൃദയത്തിലേക്ക് ഒരിക്കലും ഹിക്മത്ത് പ്രവേശിക്കുകയില്ല. ഹമ്മൻ ലിഗദിൻ, നാളെ എൻ്റെ ദുന്യാവ് എന്താകും, നാളെ എൻ്റെ കാര്യം എന്താകും, ഇങ്ങനെ ദുന്യാവിൻ്റെ നാളുകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് ഹിക്മത്ത് വരികയില്ല എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി തരുന്നുണ്ട്. മൂന്നാമത്തെ മുസീബത്ത്, ദുന്യാവ് മാത്രം ചിന്തിക്കുന്ന മനുഷ്യൻ്റെ മൂന്നാമത്തെ മുസീബത്ത്, ദുന്യാവിലെ സമാധാനം നഷ്ടപ്പെട്ടു പോകും, ദുന്യാവിലെ സമാധാനം നഷ്ടപ്പെട്ടു പോകും. ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, മൻ അസ്ബഹ അദ്ദുനിയ അക്ബറ ഹമ്മു, ഒരാൾ രാവിലെ എണീറ്റപ്പോൾ പ്രഭാതത്തിൽ അവൻ്റെ മുന്നിൽ ആകെയുള്ള ചിന്ത എൻ്റെ ദുന്യാവ്, എൻ്റെ സമ്പാദ്യം, എൻ്റെ ദുന്യാവിൻ്റെ അവസ്ഥകൾ, ഇത് മാത്രമാണ് എങ്കിൽ ഉലമാക്കൾ എഴുതിയിട്ടുണ്ട് അള്ളാഹു തആല പരീക്ഷിക്കും. ഒന്ന്, ഹമ്മൻ, അവൻ്റെ മനക്ലേശങ്ങൾ കൊണ്ട് ലാ തൻഖതി അൻഹു അബദ, ഒരിക്കലും മാറാത്ത മനോദുഃഖം, ടെൻഷൻ, എപ്പോഴും ടെൻഷൻ, എപ്പോഴും വിഷമം, ദുഃഖം, സന്തോഷമില്ല. അള്ളാഹ് പരീക്ഷിക്കും. ഇത് മാത്രമേ ചിന്തയുള്ളൂ എങ്കിൽ. അതുകൊണ്ട് ദുന്യാവിലുണ്ടാകുന്ന മുസീബത്തുകളാണ്. അതുകൊണ്ട് ദീൻ ഒരിക്കലും നമ്മൾ ദുന്യാവ് സമ്പാദിക്കേണ്ട എന്ന് പറയുന്നില്ല, ദുന്യാവിൻ്റെ ജോലികൾ ചെയ്യേണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഇത് ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഏറ്റവും വലിയ മുസീബത്ത് ഉലമാക്കൾ എഴുതി, അവസാനം എൻ്റെ മരണസമയം ഇതിന്ന് പുറത്തേക്ക് വരൽ പ്രയാസമായി മാറും. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി എഴുതുന്നുണ്ട്, ഒരു തേൻ പാത്രത്തിൻ്റെ വക്കിൽ വന്നിരുന്ന്, അതിൻ്റെ അരികിൽ വന്ന് ഇരുന്ന് തേൻ കുടിക്കുന്ന ഈച്ചകൾ അത് കുടിച്ച് സമാധാനമായി അത് എണീറ്റ് പറന്നു പോകും. എന്നാൽ ഒരു ഈച്ച അതിൻ്റെ മധ്യത്തിൽ വന്ന് അതിൽ മുഴുകി അതിലേക്ക് ഇറങ്ങി തേൻ കുടിക്കാൻ തുടങ്ങിയാൽ അതിനവിടെ നിന്ന് എണീക്കാനോ പറക്കാനോ സാധിക്കുക എന്നതുപോലെ ഒരാൾ ദുന്യാവിൻ്റെ ഉള്ളിലേക്ക് അവൻ കിടക്കുമ്പോഴും എണീക്കുമ്പോഴും സ്വപ്നം കാണുമ്പോഴും എല്ലാ സമയത്തും അത് തന്നെ പറച്ചിലും കേൾവിയും അങ്ങനെ അതിൽ മുഴുകിയാൽ അവൻ്റെ മരണമാകുമ്പോൾ അവന് പുറത്തേക്ക് വരൽ പ്രയാസമായിരിക്കും. അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ദുന്യാവ് പുറത്തേക്ക്, അവൻ്റെ റൂഹ് പുറത്തേക്ക് വരുമ്പോൾ വലിയ പ്രയാസമായിരിക്കും. മൗലാന ഷഫീ റഹ്മത്തുള്ളാഹി തആല അലൈഹി ഷെയ്ഖ് അത്താർ റഹ്മത്തുള്ളാഹി തആല കുറിച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു കച്ചവടക്കാരനായിരുന്നു, ഇങ്ങനെ കച്ചവടത്തിൽ മുഴുകി ജീവിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറി മറിഞ്ഞു. അതിൻ്റെ കാരണം അദ്ദേഹം എഴുതുന്നുണ്ട്. അദ്ദേഹം ഒരിക്കൽ കച്ചവട സ്ഥലത്ത് തൻ്റെ കടയിലിരിക്കുമ്പോൾ ഒരു സാധാരണ ഒരു മനുഷ്യൻ കടയിൽ വന്നു. അങ്ങനെ അദ്ദേഹം വന്നു, വാങ്ങിക്കാൻ വേണ്ടി വന്ന മനുഷ്യനെ പോലെ വന്നു. എന്നിട്ട് ഇങ്ങനെ കടയിലെ ഓരോ ഷെൽഫിലും ഇങ്ങനെ നോക്കി നോക്കി നടക്കാൻ തുടങ്ങി. ഇദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ആവശ്യം? ഇത് പറഞ്ഞില്ല, ആവശ്യമില്ല, ഞാനിങ്ങനെ നോക്കുകയാണ്. നിങ്ങൾ എന്താ നോക്കുന്നത്? ഞാൻ നോക്കുന്നത് നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ കടയിലെ ഓരോ ഷെൽഫിലും ഇരിക്കുന്ന വസ്തുക്കളിൽ അതിലിങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ് നിങ്ങളുടെ ഹൃദയം. നിങ്ങൾ മരിക്കുമ്പോൾ ഇതിന്ന് എങ്ങനെ പുറത്തേക്ക് വരും? ഇതിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആയിരക്കണക്കിന് വസ്തുക്കൾക്കിടയിൽ നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. മരണസമയമാകൾ പുറത്തേക്ക് വലിക്കുമ്പോൾ വരികയില്ലല്ലോ, ഇതിൽ കുടുങ്ങിക്കിടക്കുകയാണല്ലോ. അദ്ദേഹം ദേഷ്യപ്പെട്ടു, നീ നിന്റെ മരണം നോക്കി, എൻ്റെ മരണം ഞാൻ നോക്കിക്കൊള്ളാം. അദ്ദേഹം പറയും, എൻ്റെ മരണത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കാൻ എന്ന് പറയുകയും ആ മനുഷ്യൻ അവിടെ തന്നെ കിടക്കുകയും കിളിമ ചൊല്ലി മരണപ്പെടുകയും ചെയ്തു. ഇത് ആ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. നമ്മൾ ചിന്തിച്ചു, ഇനി നമ്മുടെ ഹൃദയങ്ങൾ എന്തെല്ലാം വസ്തുക്കൾ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയിലാണ്. അദ്ദുഖൂലു ഫിദ്ദുനിയാ ഹയ്യിനുൻ വൽ ഖുറൂജു മിൻഹാ അശദ്, ദുന്യാവിലേക്ക് വരൽ എളുപ്പമാണ്, എളുപ്പത്തിൽ ദുന്യാവിൽ വരാൻ സാധിക്കും. പക്ഷേ ഈ ദുന്യാവിൽ നിന്ന് പുറത്തേക്ക് പോകൽ അത്ര എളുപ്പമല്ല. എവിടെയാണോ നമ്മൾ ജീവിക്കുന്നത്, കമാ തഈശൂന തമൂതൂൻ വകമാ തമൂതൂന തുബഅസൂൻ, ജീവിതം എവിടെയാണോ നമ്മൾ ചെലവഴിക്കുന്നത്, എന്തിനാണ് മുഴുകിയിരിക്കുന്നത്, അതായിരിക്കും മരണസമയത്ത് നമുക്ക് പുറത്തേക്ക് വരുന്നത്, അതായിരിക്കും നാവിൽ വരുന്നത്, അതായിരിക്കും ഹൃദയത്തിൽ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ദീൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും കച്ചവടം ചെയ്യേണ്ടെന്ന ദീൻ പറയുന്നില്ല, സമ്പാദിക്കേണ്ടെന്ന ദീൻ പറയുന്നില്ല, മറിച്ച് ഹൃദയത്തിലേക്ക് ദുന്യാവ് പ്രവേശിക്കുന്നത്. ഹൃദയം അല്ലാഹുവിനുള്ളതാണ്, ഹൃദയം ദീനിനുള്ളതാണ്. ഇന്ന് നമ്മുടെ ഹൃദയങ്ങൾ പ്രവേശിച്ചു പോയി, ദുന്യാവ് പ്രവേശിച്ചു പോയി. ഇതിനെ എത്രയും പെട്ടെന്ന് ചികിത്സിച്ച് പുറത്തു കൊണ്ടുവരണം. അതിന് 2 വഴികളാണുള്ളത്. ഒന്ന്, ഈ സാഹചര്യത്തിൽ അല്പം പുറത്തു വരണം. ഒരാൾ വെള്ളത്തിൽ വീണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വെള്ളം പ്രവേശിച്ചാൽ ആ വെള്ളത്തിൽ കിടത്തി ചികിത്സിച്ചാൽ പരിഹാരമാവുകയില്ല. ആ വെള്ളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം, ഉള്ളിൽ പ്രവേശിച്ച വെള്ളം പുറത്ത് കളയുകയും ചെയ്യണം. രണ്ടാമത്തെ വഴി, ഒരു വര വരച്ചു, ആ വരയെ ചെറുതാക്കാനുള്ള വഴി അതിൻ്റെ മുന്നിൽ വലിയൊരു വര വരയ്ക്കലാണ്. ഇതുപോലെ ദുന്യാവ് നിസ്സാരമാണെന്ന ബോധ്യമുണ്ടാകാനുള്ള വഴി ആഖിറത്തിൻ്റെ ചിന്ത ഹൃദയത്തിൽ കൊണ്ടുവരാണ്. ആഖിറം വലുതായി മനസ്സിലായാൽ ദുന്യാവ് ചെറുതായി മനസ്സിലാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉയർന്ന തരം വസ്ത്രം ധരിച്ച് മിമ്പറിൽ കയറി. സഹാബാക്കൾ ഇങ്ങനെ ആകാംക്ഷയിൽ ആ വസ്ത്രത്തിലേക്ക് നോക്കി. നബി തങ്ങൾ പറഞ്ഞു, മനാദിലു സഅദിൻ ഫിൽ ജന്ന ഖൈറും മിൻ ഹാദാ, സഅദിന്റെ സ്വർഗ്ഗത്തിലെ കർച്ചീഫ്
എൻ്റെ വസ്ത്രത്തേക്കാൾ ഉയർന്നതാണ് എന്ന് നബിതങ്ങൾ പറയുകയുണ്ടായി. ഉടനെ സഹാബാക്കളെ മനസ്സുകളെ സ്വർഗത്തിലേക്ക് തിരിച്ചുവിട്ടു, ആഖിറത്തിലേക്ക് തിരിച്ചുവിട്ടു. ദുന്യാവ് ചെറുതാക്കി കൊടുത്തു, ആഖിറം വലുതാക്കി കൊടുത്തു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ദുന്യാവിൻ്റെ ചിന്തകൾ ഇറക്കാനുള്ള വഴി ആഖിറത്തിൻ്റെ ചിന്തകൾ ഹൃദയത്തിൽ കൊണ്ടുവരലാൻ. രണ്ട്, ദുന്യാവിൻ്റെ സാഹചര്യങ്ങളിൽ അല്പം മാറി ദീനിയായ സാഹചര്യങ്ങൾ സഞ്ചരിക്കുകയും യാത്ര ചെയ്യലുമാണ്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.